ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2 വ്യത്യസ്ത തരത്തിലുള്ള അച്ചാറാണ്. ഉണക്കമീൻ അച്ചാറും ഈത്തപ്പഴം അച്ചാറും. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഉണക്കമീൻ അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി 500 ഗ്രാം സ്രാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി പാം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉണക്കമീൻ അച്ചാർ വളരെ ടേസ്റ്റി ആയ ഒരു അച്ചാറാണ്. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 4 വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചതിടാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ക്രഷ് ചെയ്ത ഇഞ്ചി 2 ടേബിൾ സ്പൂൺ എന്നിവ ഇട്ട് കൊടുക്കാം. അതുപോലെ 5 വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വട്ടത്തിൽ അരിഞ്ഞതാണ്. നല്ല എരിവുള്ളത് കൊണ്ടാണ് 5 എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 10 വരെയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അച്ചാറിന് ടേസ്റ്റ് കൂടാൻ കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കായം പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ പൗഡറിൻ്റെ എല്ലാ റോസ്മെൽ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് വിനെഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വിനെഗർ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ സമയത്ത് എരിവും പുളിയും ഒക്കെ നന്നായി നോക്കുന്നത് നല്ലതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഉലുവാപ്പൊടി കായപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലെണ്ണ ചേർത്തത് കാരണം ഇത് പെട്ടെന്ന് കേടാവില്ല. ഇനി തണുത്തതിന് ശേഷം ഇത് ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് ഈത്തപ്പഴം അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതും വളരെ ടേസ്റ്റി ആയ ഒരു അച്ചാറാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടി 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്താലും മതി. ചെറുതായി നീളത്തിൽ അരിഞ്ഞതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ്. ഇനി പച്ചമുളക് 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്.
അതാണ് 4 എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 8-10 ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ റോസ്മെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണിത്. ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കായപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കണം. ഇതിനു വേണ്ടി 250 ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2.5 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അതിനുശേഷം അരിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളി, മധുരം, എരിവ് എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായിരിക്കും. ബിരിയാണീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. 175 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തതാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വരണം. ഈത്തപ്പഴമാണ് ചേർക്കുന്നതെങ്കിലും നമ്മൾ ഈ പുളിയൊക്കെ ചേർക്കുന്നത് കാരണം മധുരം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ശർക്കര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വരണം. ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഈത്തപ്പഴം 4 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ് ആയ ഈത്തപ്പഴമാണിത്. അതുകൊണ്ട് അധികം നേരം കുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഹാർഡായ ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു പരുവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വിനെഗറാണ്. സുർക്ക ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ സുർക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് സുർക്ക ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും ഇത് നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി. ആവശ്യത്തിനുള്ള എടുക്കാനുള്ളത് ഒരു ചെറിയ ബോട്ടിലും മറ്റത് വലിയൊരു ബോട്ടിലും ആക്കി സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും കേടാവാതെ നമ്മുടെ അച്ചാർ നിൽക്കും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള 2 അച്ചാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ.